2008 ഐക്കൺ താരങ്ങളുടെ പകിട്ടിലെത്തിയ സൂപ്പർ ടീമുകളെ മലർത്തിയടിച്ച രാജസ്ഥാൻ റോയൽസ്, ഷെയ്ൻ വോണിന്റെ രാജസ്ഥാൻ. പിന്നീട് ഒരിക്കലും കിരീടം കയ്യിലെത്തിയിട്ടില്ലെങ്കിലും മലയാളി ആരാധകർക്ക് എന്നും പ്രിയപ്പെട്ട സംഘമാണ് റോയൽസ്. സഞ്ജു സാംസൺ തന്നെ അതിന് കാരണം. സഞ്ജു ടീം വിട്ടതോടെ പുതിയ മുഖം തേടുകയാണ് രാജസ്ഥാൻ റോയൽസ്. ആര് നയിക്കും രാജസ്ഥാനെ? താരലേലത്തിനൊരുങ്ങുമ്പോഴും ഉത്തരമായിട്ടില്ല. സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജ, സാം കറൻ എന്നിവരെ എത്തിക്കാനായത് വലിയ നേട്ടം. പക്ഷേ നായകസ്ഥാനം പ്രഖ്യാപിച്ചിട്ടില്ല. ജഡേജയ്ക്ക് നായകന്റെ നറുക്ക് വീഴുമോ, അതോ കഴിഞ്ഞ സീസണിൽ സഞ്ജുവിന്റെ അഭാവത്തിൽ ക്യാപ്റ്റനായ റിയാൻ പരാഗിനെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുമോ? യശസ്വി ജയ്സ്വാളിൽ ഭാവി നായകനെ തേടുന്നെങ്കിൽ അങ്ങനെയുമാകാം. സൂപ്പർ താരത്തിന്റെ കുറവ് ഇത്തവണ ജൻസി സംഘം നികത്തണം. കഴിഞ്ഞ സീസണിൽ സഞ്ജു സാംസണിന് പരിക്കേറ്റപ്പോൾ അരങ്ങേറിയ 13-കാരൻ വൈഭവ് സൂര്യവംശി പ്രായം കൊണ്ടു മാത്രമല്ല പ്രതിഭ കൊണ്ടും വിസ്മയിപ്പിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ IPL-ൽ സെഞ്ചുറി നേടിയ വൈഭവ് ഇന്ത്യൻ അണ്ടർ-19 ടീമിനായും കാഴ്ചവെക്കുന്നത് മിന്നും പ്രകടനം. വൈഭവിന്റെ ശരിയായ വൈഭവം ഇനി കാണാൻ പോകുന്നതേയുള്ളൂ. വൈഭവ് യശസ്വി സഖ്യമാകും ഇത്തവണ രാജസ്ഥാന്റെ ഓപ്പണിംഗിൽ. സഞ്ജു പോയതോടെ ധ്രുവ് ജുറേലിന് ഇനി വിക്കറ്റ് കീപ്പർ സ്ഥാനം ഉറപ്പിക്കാം. റിയാൻ പരാഗ്, ഷിംറോൺ ഹെറ്റ്മെയർ, ജോഫ്ര ആർച്ചർ, സന്ദീപ് ശർമ്മ തുടങ്ങി കയ്യിലുള്ള 16 താരങ്ങൾ മികച്ച ടീമെങ്കിലും സ്പിന്നർമാരെ കണ്ടെത്തണം രാജസ്ഥാൻ. രവീന്ദ്ര ജഡേജയും സാം കറനും ടീമിന്റെ സന്തുലിതാവസ്ഥ ശക്തമാക്കുന്ന സാന്നിധ്യം. നിതീഷ് റാണയെ കൈവിട്ടെങ്കിലും ഡോണോവാൻ ഫെരേരയെ ടീമിലെത്തിച്ചു രാജസ്ഥാൻ. കഴിഞ്ഞ തവണ താരലേലത്തിൽ നിരാശപ്പെടുത്തിയ രാജസ്ഥാന് ഇത്തവണ 16.05 കോടിയാണ് പേഴ്സിലുള്ളത്. ഇതിൽ നിന്ന് മികച്ച ഇന്ത്യൻ സ്പിന്നർക്കായി മത്സരിച്ചേക്കും. 9 താരങ്ങളുടെ സ്ലോട്ടാണ് ടീമിൽ ഇനി ബാക്കിയുള്ളത്. ശ്രീലങ്കൻ സ്പിന്നർമാരായ വാനന്ദു ഹസരംഗ, മഹീഷ് ദീക്ഷണ എന്നിവരെ കൈവിട്ട രാജസ്ഥാന് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. കുമാർ സംഗക്കാര വീണ്ടും പരിശീലകനായി ചുമതലയേറ്റ് കഴിഞ്ഞു. സംഗക്കാരയ്ക്ക് കീഴിൽ 2022 ഫൈനലും 2024 പ്ലേ ഓഫും കളിച്ചിട്ടുണ്ട് രാജസ്ഥാൻ. മിനി താരലേലത്തിൽ വൻ സാന്നിധ്യമാകില്ലെങ്കിലും ചില പ്രധാന താരങ്ങളെ ഒപ്പമെത്തിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് റോയൽസ്. മെഗാ താരലേലത്തിൽ കാണിച്ച അലംഭാവം ഇത്തവണയെങ്കിലും മാറ്റിയാൽ 17 വർഷമായി കണി കാണാത്ത കിരീടം രാജസ്ഥാന് സ്വപ്നം കാണാം.